നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നമുക്ക് പൂന്താനം തിരുമേനിക്ക് രോഗം വന്നതിൻ്റെ കഥ കേൾക്കാം. പൂന്താനം തിരുമേനിയെ പറ്റി ഒന്നും പറയാനില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അദ്ദേഹം പ്രായമൊക്കെ ആയി അങ്ങനെ വീട്ടിൽ കിടക്കുകയാണ്. ആ ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിന് വസൂരി വന്നു. നമ്മുടെ ഇപ്പോഴാണേലും നമുക്കറിയാം, ചിക്കൻ ബോക്സ് വന്നാൽ പോലും ആരും ആ വീട്ടിലേക്ക് കയറുകയോ ഒന്നും ചെയ്യില്ല കഴിയുന്ന. അപ്പം വസൂരി എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ ഗ്രേഡ് ഉള്ളതല്ലേ. അതുതന്നെയല്ല, പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആ രോഗം വന്നു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെട്ട് കിട്ടില്ല. അങ്ങനെ ഒരവസ്ഥയാണ്. അപ്പം ഇദ്ദേഹം തന്നെ ഈ കുരുവൊക്കെ വന്ന് ആകപ്പാടെ വിഷമിച്ച് ആരും സഹായത്തിനും ഇല്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ ആരുമില്ല. അങ്ങനെ വല്ലാതെ അവശനായിട്ട് ഒറ്റയ്ക്ക് അവിടെ കിടക്കുകയാണ് ഒരു മുറിയിൽ. അപ്പം ഒരു നാമം മാത്രമുണ്ട്, ഗുരുവായൂരപ്പ കൃഷ്ണ, ഗുരുവായൂരപ്പ കൃഷ്ണ. ഈ ഒരു വിളി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. എന്നാലും ഒരു പ്രതീക്ഷയുണ്ട്, ഭഗവാൻ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാതിരിക്കുകയില്ല, എന്നെ സഹായിക്കാതിരിക്കുകയില്ല എന്ന്. കാരണം അത്ര അടിയുറച്ച വിശ്വാസമാണല്ലോ ഭഗവാനിൽ. അങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ കടന്നു, കണ്ണ് തുറക്കാൻ പോലും പറ്റില്ല, അത്ര ക്ഷീണമായി. അങ്ങനെ അദ്ദേഹം കിടക്കുകയാണ്. അപ്പോഴെന്തോ ആരോ വന്ന പോലെ തോന്നി. നോക്കിയപ്പോൾ ഉണ്ട് വളരെ പ്രൗഢയായിട്ടുള്ളൊരു സ്ത്രീരത്നം ആ മുറിയിലേക്ക് വരികയാണ്. കണ്ടു. അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം വിചാരിച്ചു, എന്തായാലും ഗുരുവായൂരപ്പൻ എന്നെ കൈവിട്ടില്ല, എന്നെ രക്ഷിക്കാനായിട്ട്, എന്നെ നോക്കാനായിട്ട് ഒരാളെ പറഞ്ഞു വിട്ടല്ലോ എന്ന് വിചാരിച്ചു. ഇവർ വന്നു കഴിഞ്ഞ് അങ്ങനെ ആ സ്ത്രീയെ കണ്ടു. ഉടനെ തന്നെ അവരുടെ കയ്യിൽ കുറച്ച് പച്ചലയൊക്കെ ഉണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ തടവി. അതുകൊണ്ട് അന്നേരം തിരുമേനിക്ക് നല്ല ഒരു ആശ്വാസം തോന്നി കേട്ടോ. അദ്ദേഹം എന്നിട്ടും കണ്ണ് തുറക്കാൻ വയ്യ, അതുകൊണ്ട് ക്ഷീണം കൊണ്ടൊന്നും അവരോട് ചോദിച്ചൊന്നുമില്ല. അങ്ങനെ കണ്ണടച്ചവിടെ കിടന്നു. അപ്പോൾ അവരിങ്ങനെ ദേഹം ആസകലം ഇങ്ങനെ ആ ഇല കൊണ്ടൊക്കെ ഒന്ന് തടവി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇദ്ദേഹത്തിന് അസുഖം അങ്ങ് പോയി. ആ കുരുവും അതിൻ്റെ വേദനയും ഒന്നുമില്ല, എല്ലാം അപ്രത്യക്ഷമായി. അദ്ദേഹം അന്നേരം വേഗം കണ്ണ് തുറന്നിട്ട് വേഗം പറഞ്ഞു, അങ്ങയെ ഗുരുവായൂരപ്പൻ പറഞ്ഞു വിട്ടതായില്ലേ എന്ന് പറഞ്ഞു. ആദ്യം ഇവരൊന്നും മിണ്ടിയില്ല. ഭഗവാനല്ലേ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ചോദിച്ചു. ഉടനെ എന്നെ ആ അമ്മ ചോദിച്ചേ, അങ്ങ് എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, എത്രയിടത്ത് ഭജന ഇരിക്കുകയും ഭജന പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഭാഗവതമൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അടുത്തുള്ള എൻ്റെ അടുത്ത് മാത്രം ഒന്ന് വരാനായിട്ട് അങ്ങേക്ക് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അതെവിടെയാ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, പൂന്താനം, മക്കൾ അമ്മയെ മറന്നു കഴിഞ്ഞാലും ഒരിക്കലും ഒരമ്മ മക്കളെ മറക്കില്ല. അങ്ങ് ഇതുപോലെ വിഷമിക്കുന്നതെന്ന് പറഞ്ഞപ്പം എനിക്ക് വരാതിരിക്കാനും അങ്ങേ നോക്കാതിരിക്കാനും പറ്റുമോ? ഞാൻ അങ്ങയുടെ കുലദേവതയല്ലേ, പരദേവതയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് പൂന്താനത്തിന് ബോധ്യം വന്നത്, ഇത് തിരുമാന്താംകുന്നിലെ അമ്മയാണ് ഈ വന്നിരിക്കുന്നതെന്ന്. വേഗം അയ്യോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വലിയവായിലെ കരഞ്ഞതുകൊണ്ട്, കാരണം തെറ്റ് ചെയ്തു എന്നുള്ളത് അമ്മയെ ഓർത്തില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം കൊണ്ട് വേഗം അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ആ കട്ടിലേലങ്ങ് ഇരുന്നു. എന്നിട്ട് പറഞ്ഞ് അമ്മയെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അമ്മയുടെ മുമ്പിലേക്ക് അങ്ങ് തൊഴാൻ തുടങ്ങുകയും ആൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ എപ്പോഴും പറയില്ലേ, ബാക്കി എവിടെയൊക്കെ പോയാലും നമ്മൾ നമ്മുടെ പരദേവതയെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവതമാരെയൊന്നും ദേവിമാരെയൊന്നും ഒരിക്കലും മറക്കരുതെന്ന്. കാരണം നമുക്ക് അവരെ അറിയാൻ മേലെങ്കിൽ പോലും അവർക്ക് നമ്മളെ അറിയാമെന്നാണ് പറയുന്നത്. അപ്പം അവർ നമ്മൾ ചെല്ലുമെന്നും കാണുമെന്നും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പൂന്താനത്തിന് ഒരു അനുഭവമുണ്ടായി.